കേരള കോൺഗ്രസ് ഇല്ലാതെ ഞങ്ങൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളൊക്കെ തന്നെ തൂത്തുവാരിയല്ലോ. കേരള കോൺഗ്രസ് UDF വിട്ടു പോയപ്പോൾ ആദ്യം ഒരു ക്ഷീണം UDFന് സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ അത് ഞങ്ങൾ അതിനെ എന്ത് ചെയ്തു, അതിജീവിച്ചു. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDFൽ വിട്ടുപോയ ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. തിരുവനന്തപുരത്തെ BJPയുടെ വിജയം താൽക്കാലിക വിജയമാണ്. അതൊന്നും ഒരു സ്ഥായിയായ ഒരു വിജയമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് മുൻതൂക്കം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. പക്ഷേ കേരളത്തിൽ ആകമാനമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തുമ്പോൾ BJPക്ക് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ ആകെ ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക്, കാസർഗോഡ് ജില്ലയിൽ ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളും മറ്റുമൊക്കെ നോക്കുമ്പോൾ അവരുടെ സ്ഥിതി വലുതായി മെച്ചപ്പെട്ടില്ല. പക്ഷേ അവർക്ക് കുറച്ച് വോട്ടുകൾ കിട്ടി എന്നുള്ള വസ്തുതയാണ്. അതിൽ അവർ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് ഭരിക്കാൻ അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഒരു സ്ഥിരം അവരുടെ ഒരു കോർപ്പറേഷനായി തിരുവനന്തപുരം മാറുമെന്ന് കരുതാൻ കഴിയും. അപ്പം കോൺഗ്രസ് MP തന്നെ അഭിനന്ദിച്ചു അവിടെ BJPയുടെ വിജയത്തെ എന്നുള്ളതാണ്. ഇപ്പം നിയമം, ഞാൻ പറയട്ടെ, നിയമം നിയോജകമണ്ഡലത്തിൽ അവർ ഒരു വട്ടം ജയിച്ചു. O. രാജഗോപാൽ MLA ആയി. രണ്ടാം വട്ടം O. രാജഗോപാലിന് MLA ആകാൻ കഴിഞ്ഞില്ല. തരൂരിന്റെ കാര്യം തരൂരിനോട് തന്നെ ചോദിക്കുക. ഞങ്ങളോട് ചോദിച്ചാൽ പ്രത്യേകമായ എന്തെങ്കിലും സുരക്ഷിതത്വം അദ്ദേഹത്തിനുണ്ടോ? ആരും പുള്ളിയെ കുറിച്ചൊന്നും പറയുന്നില്ല. തരൂർജി ഡൽഹിയിലുണ്ടല്ലോ, നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമല്ലോ. അദ്ദേഹത്തോട് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക. CPM നേതാവ് MM മണിയുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ പെൻഷനും ആനുകൂല്യമൊക്കെ വാങ്ങിച്ചിട്ട് സർക്കാരിനോട് നന്ദികേട് കാണിച്ചു എന്നാ പറയുന്നത്. അല്ല, അതാണ് CPMന്റെ സംസ്കാരം. അതാണ് അവർക്ക് വോട്ട് ചെയ്താൽ വോട്ട് ചെയ്യുന്നവരെ അവരെ ഇങ്ങനെ മിത്രങ്ങളായി കാണും. അവർക്ക് വോട്ട് ചെയ്യാത്തവരെ എല്ലാം ശത്രുക്കളായി കാണും. ഇത് CPMന്റെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം MM മണിയിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ്. ആനുകൂല്യം കൊടുക്കുന്നത് വോട്ട് ചെയ്യാനാണോ എന്നുള്ള കാര്യം CPM അങ്ങനെയാണ് അതിനെ കാണുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അതാണല്ലോ. ഓരോ ആനുകൂല്യം കൊടുക്കുമ്പോഴും ഈ ആനുകൂല്യം CPM പ്രവർത്തകരുടെ കൈകളിലൂടെ ഈ ആനുകൂല്യം ജനങ്ങളിൽ എത്തിക്കാനുള്ള അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ പെൻഷനായിരുന്നാലും സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ട് ബോർഡ് മെമ്പർമാരാണ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരാണ് പെൻഷൻ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഓരോ ആനുകൂല്യങ്ങളും പിണറായി സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അത് പാർട്ടിയിലൂടെയാണ്, പാർട്ടി പ്രവർത്തകരിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പൊളിറ്റിക്കലൈസ് ചെയ്യുക, അവർക്ക് പ്രയോജനം കിട്ടാത്ത രീതി. BJP അത് തന്നെയാണ് ചെയ്യുന്നത്. CPMും അത് രണ്ടുപേരും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി BJP RSSും ശ്രമിക്കുന്നു. CPM സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികൾ, അതിൻ്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി CPM പ്രവർത്തകരെ വീടുകളിലേക്ക് അവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. ഇത് രണ്ടു കൂട്ടരും ചെയ്യുന്ന ഒരേ പണിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിലായിരിക്കും കോൺഗ്രസ് UDF അധികാരത്തിൽ വരിക? 100, 110 എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാവന കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. ഈ ജാതി സംഘടനകളെ കൂട്ടുപിടിച്ച് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റിക്കൊണ്ടുപോകുന്നു, അത് ഒരു തിരിച്ചടിയായോ ഇടതുപക്ഷത്തിന്? അല്ല, അത് അവർ വിലയിരുത്തട്ടെ. ഇനിയിപ്പം ഇടതുപക്ഷം വിലയിരുത്തട്ടെ, തിരിച്ചടിയായോ ആയില്ലയോ എന്ന് അവർ പറയട്ടെ, അവർ വിലയിരുത്തട്ടെ. കേരള കോൺഗ്രസിന്റെ വിഷയത്തിൽ എന്താ നിലപാട്? കേരള കോൺഗ്രസ് ഇനിയും ഒപ്പം നിന്ന് കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം? അല്ല, കേരള കോൺഗ്രസ് ഇല്ലാതെ ഞങ്ങൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളൊക്കെ തന്നെ തൂത്തുവാരിയല്ലോ. അപ്പോൾ പിന്നെ കേരള കോൺഗ്രസ് ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDFനൊപ്പം ഉണ്ട്. ഇല്ലാത്തത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്, അത് ജോസ് കെ മാണിയുടെ വിഭാഗമാണ്. അവർ കേരള കോൺഗ്രസ് UDF വിട്ടു പോയപ്പോൾ ആദ്യം ഒരു ക്ഷീണം UDFന് സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ അത് ഞങ്ങൾ അതിനെ എന്ത് ചെയ്തു, അതിജീവിച്ചു. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDFൽ വിട്ടുപോയ ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. UDF അധികാരത്തിൽ തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത മധ്യ തിരുവിതാംകൂർ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് അനുഭാവികളായ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളുടെ 90% UDFിലേക്ക് തിരിച്ചു വന്നു. ഇല്ല, അത് അവർ വിലയിരുത്തട്ടെ. അവർക്ക് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കംഫർട്ടബിൾ ആണോ എന്ന് അവർ വിലയിരുത്തട്ടെ. ജോസ് കെ മാണി വിഭാഗമാണ്
വിലയിരുത്തേണ്ടത്. അവരാണ് അതിനകത്ത് നിലപാട് സ്വീകരിക്കേണ്ടത്. മുന്നണിയിലെടുക്കുമോ അതോ പുറത്ത് നിർത്തുമോ? അല്ല, അൻവറുമായി ബന്ധപ്പെട്ട കാര്യം എന്നോട് ചോദിച്ചിട്ട് കാര്യം അത് UDF ചെയർമാനോടാണ് ചോദിക്കേണ്ടത്. UDF ആണ് അതിന് മറുപടി പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടം വിഷയം ഒട്ടും എഫക്ട് ചെയ്തില്ല എന്നാണ് പാലക്കാട് ഉണ്ടായ ചെറിയ തിരിച്ചടികൾക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു കാരണമായില്ലേ? അല്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാം. ഇപ്പം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നില്ല. നേതാക്കള് ഈ രാഹുലിനെ കാണുവാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ ചെന്നു. അതെനിക്ക് അവർക്കെതിരെ നടപടി ഉണ്ടാവും. എനിക്കറിയില്ല വാസ്തവത്തിൽ. കൊല്ലത്ത് പൊതുവെ മുന്നേറ്റം നടത്തി. അപ്പോഴും കൊട്ടാരക്കരയിൽ തോറ്റത് ഒരു ദേശീയ നേതാവ് കാലുവാരിയത് കൊണ്ടെന്നാണ് KSU ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കൊട്ടാരക്കരയിൽ UDFന് ഏത് സാഹചര്യത്തിലാണ് പരാജയം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. പാർട്ടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ KPCC നേതൃത്വ യോഗം കൂടുമല്ലോ. ആ കൂടുമ്പോൾ അവിടെ ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കൊട്ടാരക്കര അടക്കമുള്ള കേരളത്തിലെ പല നിയോജകമണ്ഡലങ്ങളിലും വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിൽ ചർച്ച നടക്കുമ്പോൾ ആ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും.